ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാത്സ്. വരുന്ന അടുത്ത മാസം സെപ്റ്റംബറിൽ ആദ്യത്തെ ആഴ്ച തൊട്ട് +1 എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്, പബ്ലിക് എക്സാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഫോക്കസ് ഏരിയ റിലേറ്റ് ചെയ്തുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മാത്തമാറ്റിക്സ് ആണ് സബ്ജക്റ്റ്. സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ. അതുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ മാസം, അതായത് വരുന്ന മാസം ഓഗസ്റ്റ് 6 തൊട്ട് +2 മാത്സിൻ്റെ സ്പെഷ്യൽ ക്ലാസ് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് കണ്ടൻറ്റിലേക്ക് വരാം. ഫസ്റ്റ് ചാപ്റ്റർ സെറ്റാണ്. എന്താണ് സെറ്റ് എന്ന് പറയുന്നത്? ആദ്യം സെറ്റ് എന്ന് പറയുന്ന ഡെഫിനിഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. സെറ്റ് എന്ന് പറയുന്നത് കുറേ ഒബ്ജക്റ്റുകളുടെ കളക്ഷനാണ്. അത് എങ്ങനെയുള്ള ഒബ്ജക്റ്റ് ആയിരിക്കണം? വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. എന്താണ് വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ? ആ വേർഡിൻ്റെ മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സെറ്റ് എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, വെൽ ഡിഫൈൻഡ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ മാത്രം നോക്കിയാൽ മതി, അതിൽ നിന്ന് കാര്യം മനസ്സിലാവും. ഫസ്റ്റ് എക്സാമ്പിൾ, ദ കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ദി ലെറ്റർ ജെ. അതായത് ഒരു വർഷത്തിൽ 12 മാസം ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ ജെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര മാസങ്ങളുണ്ടെന്ന് ആലോചിക്കുക. ജാനുവരി, ജൂൺ, ജൂലൈ, ഈ 3 മാസങ്ങളേ ഉള്ളൂ. ഓക്കെ, അതായത് ഈ സെൻറ്റൻസിൽ നമുക്ക് കിട്ടുന്ന കളക്ഷൻ എന്ന് പറയുന്നത് ജാനുവരി, ജൂൺ, ജൂലൈ എന്ന് പറയുന്ന കളക്ഷനാണ്. ഓക്കെ, ഇതൊരു കളക്ഷനാണ്, ജാനുവരി, ജൂൺ, ജൂലൈ. അത് നിങ്ങൾ ആരുടെ ചോദിച്ചു കഴിഞ്ഞാലും, ഏതൊരു വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാലും ഈ ഒരു ആൻസറേ ഉള്ളൂ, വേറെ ഒരു ആൻസറും ഇതിനില്ല. ഓക്കെ, അതായത് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് നിർവചിക്കാൻ കഴിയുന്നുണ്ട്, വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിനെയാണ് വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. അതായത് ഏതൊരു വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാലും അതിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യത്തിനാണ് നമ്മൾ വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഈ എഴുതിയിരിക്കുന്ന കളക്ഷൻ എന്ന് പറയുന്നത് ഒരു സെറ്റാണ്. ഒരു എക്സാമ്പിളോട് നോക്കുക, അന്നേരം കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആവും. സെക്കൻഡ് എക്സാമ്പിൾ, ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലൻറ്റഡ് ആക്ടേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ 10 ആക്ടേഴ്സ്, മോസ്റ്റ് ടാലൻറ്റഡ് ആയിട്ടുള്ള 10 ആക്ടേഴ്സിൻ്റെ പേരെഴുതാൻ പറയുന്നു. എനിക്കിഷ്ടപ്പെട്ട 10 ആക്ടേഴ്സ് ഞാൻ എഴുതുന്നു. ഞാൻ എഴുതുന്ന 10 പേരായിരിക്കണമെന്നില്ല നിങ്ങൾ എഴുതുന്നത്. നിങ്ങൾ ഓരോരുത്തരും എഴുതുന്നത് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ അതൊരു സെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം അത് വെൽ ഡിഫൈൻഡ് അല്ല. വെൽ ഡിഫൈൻഡ് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുന്ന എല്ലാം ഒരേ കാര്യം തന്നെ ആയിരിക്കണം, ഒരേ ആൻസർ ആയിരിക്കണം. ഓക്കെ, അതിനെയാണ് വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതൊരു സെറ്റല്ല. ഇതാണ് സെറ്റിൻ്റെ ബേസിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സെറ്റിനെ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു തരാം. ഇനി പ്രധാനമായിട്ടും അറിയാനുള്ളത് നമ്പർ സിസ്റ്റം, പ്രധാനപ്പെട്ട നമ്പർ സിസ്റ്റം, അതിൻ്റെ നൊട്ടേഷനാണ് മനസ്സിലാക്കാനുള്ളത്. ഫസ്റ്റ് എൻ എന്ന് പറയുന്ന ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത് നാച്ചുറൽ നമ്പേഴ്സിനാണ്. നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് 1, 2, 3 എന്ന് തുടങ്ങുന്ന പോസിറ്റീവ് നമ്പേഴ്സ് എക്സെട്ര. അടുത്തത് ഡബ്ല്യു എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സാണ്. ഹോൾ നമ്പേഴ്സ് ആകുമ്പോഴത്തേക്ക് ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ 0യും കൂടെ വരും. 0, 1, 2, 3 എക്സെട്ര, പോസിറ്റീവ് നമ്പേഴ്സ് മാത്രം, അതിൻ്റെ കൂടെ 0യും വരും. അതാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഇസഡ്, സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് ഈ ഹോൾ നമ്പറിൻ്റെ കൂടെ ഇവയുടെ നെഗറ്റീവ്സും കൂടെ വരും. അതായത് 1, -1, 2, -2, 3, -3, 4, -4, 0യും വരുവേ. ഹോൾ നമ്പറിൻ്റെ കൂടെ ബാക്കിയുള്ള 1, 2, 3 എക്സെട്ര എന്ന് പറയുന്ന നമ്പറിന് നെഗറ്റീവ് നമ്പേഴ്സും കൂടെ വരും. അതാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഇനി സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്, P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ്. P/Q ഫോം 1/2, 3/4, 5/7 അങ്ങനെയുള്ള നമ്പേഴ്സിനാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതിനിടയ്ക്ക് ഒരു സാധനം കൊണ്ടുണ്ട്, ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സിനെ പൊതുവേ നമ്മൾ NCERT ടെക്സ്റ്റിനകത്ത് ഡിനോട്ട് ചെയ്യുന്നത് T എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത കുറേ നമ്പേഴ്സ് ഉണ്ട്. റാഷണൽ നമ്പേഴ്സ് ആക്കാൻ പറ്റാത്ത നമ്പേഴ്സ്, അവയാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ √2, √5, പൈ, ഇതെല്ലാം ഇറാഷണൽ നമ്പേഴ്സാണ്. ഇനി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ R എന്ന് പറയും. ക്യാപിറ്റൽ R റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞ എല്ലാ സാധനത്തിൻ്റെയും കളക്ഷൻ. അതായത് നാച്ചുറൽ നമ്പറായാലും ഇൻറ്റിജറായാലും റാഷണലും ഇറാഷണലും ഇതെല്ലാം കൂടെ ചേരുന്ന കളക്ഷനെയാണ്. അതായത് നമ്മളുടെ നമ്പർ സിസ്റ്റം ഉണ്ടല്ലോ, നമ്പർ ലൈൻ, ആ നമ്പർ ലൈനകത്ത് മാർക്ക് ചെയ്യുന്ന എല്ലാ നമ്പേഴ്സും, അതിനെയാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഓരോ സെറ്റുകളും തൊട്ടുമുമ്പ് പറഞ്ഞ ഇസഡ്, Q, R ഇവയുടെ എല്ലാം മുകളിൽ ഓരോ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ അതാത് സെറ്റുകളുടെ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രം. ഇസഡ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജേഴ്സിൻ്റെ പോസിറ്റീവ് കളക്ഷൻ, അതായത് 1, 2, 3 എക്സെട്ര വരുന്ന നമ്പേഴ്സ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇസഡ് പ്ലസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ തന്നെയാണ്.
ഇനി ക്യൂ പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് ഉള്ളി. അതേപോലെ ആർ പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ഇതാണ് നമ്മൾ നമ്പർ സിസ്റ്റത്തെ പറ്റി മനസ്സിലാക്കാനുള്ള കാര്യം. നൊട്ടേഷൻസ് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത മനസ്സിലാക്കാനുള്ളത് റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്. സെറ്റിനെ രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. എന്താണ് ആ റെപ്രസെൻറ്റേഷൻ? ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇതിൽ നിന്ന് ഒരു മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് റോസ്റ്റർ ഫോം എന്ന് പറയും. റോസ്റ്റർ ഫോം അഥവാ ടാബുലർ ഫോം എന്ന് പറയും. റോസ്റ്റർ ഫോം അഥവാ ടാബുലർ ഫോം. എന്താണ് റോസ്റ്റർ ഫോം എന്ന് നോക്കുക. ഇൻ ദിസ് ഫോം ദ സെറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ലിസ്റ്റിംഗ് ഓൾ ഇറ്റ്സ് എലമെൻറ്റ്സ് സെപ്പറേറ്റഡ് ബൈ കോമാസ് എൻക്ലോസ്ഡ് വിത്തിൻ ബ്രേസസ് ഈ സാധനം. അതായത് ബ്രാക്കറ്റിനകത്ത് സെറ്റിന് എല്ലായ്പ്പോഴും രണ്ട് ഫോമാണ് നമുക്ക് പഠിക്കാനുള്ളത്. റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും. ഈ രണ്ടിനകത്തും സെറ്റിലെ എലമെൻറ്റുകൾ അതല്ലെങ്കിൽ ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇവയെല്ലാം ബ്രാക്കറ്റിനകത്താണ്, രണ്ട് ബ്രേസിനകത്താണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് റോസ്റ്റർ ഫോം പറയുന്നത്. റോസ്റ്റർ ഫോം പറയുന്നത് ഈ ബ്രാക്കറ്റിനകത്ത് എലമെൻറ്റുകൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റുകൾ നമ്മൾ കോമ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. എക്സാമ്പിളിലേക്ക് വരിക, കാര്യം ക്ലിയർ ആവും. ഫസ്റ്റ് വൺ, ദ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഈവൻ ഇൻറ്റിജേഴ്സ് എന്നാണ്. അവിടെ ഇൻറ്റിജേഴ്സ് എന്ന് മാത്രമേ ഉള്ളൂ. സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഈവൻ ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ 7 ഇൻ റോസ്റ്റർ ഫോം ആസ്. അതായത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എങ്ങനെയുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്? ഈവൻ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ 7, 7നേക്കാൾ ചെറിയ ഈവൻ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം 1 തൊട്ട് 6 വരെയുള്ള നമ്പേഴ്സ്, അതാണല്ലോ. 7നേക്കാൾ ചെറിയ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് അതിൽ ഈവൻ ഇൻറ്റിജേഴ്സ് മാത്രം, അതായത് 2ഉം 4ഉം 6ഉം. ഓക്കെ, ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സെറ്റ്. ആ സെറ്റ് റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതണം? രണ്ട് ബ്രാക്കറ്റ് ഇടുക, അതിനകത്ത് ഈ 2ഉം 4ഉം 6ഉം എഴുതുക, കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുക. ഇതിനെയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടാബുലർ ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ, ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഡിവൈഡ് 42 ഈസ്. 42നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് പോസിറ്റീവ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? പോസിറ്റീവ് നമ്പേഴ്സ് ഏതൊക്കെ നമ്പർ കൊണ്ട് 42നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ മീനിങ് റിമൈൻഡർ 0 ആയിരിക്കണം, ശിഷ്ടം 0 വരണം. ഓക്കെ, അതായത് പരിപൂർണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 42നെ ഏതൊക്കെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് റിമൈൻഡർ ശിഷ്ടം 0 വരുന്നത്? ആ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ആ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 വരും, 2, 3, 6, 7, 14, 21, 42. ഈ നമ്പേഴ്സ് ഇത്രയും കൊണ്ടും 42നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ നമ്പേഴ്സിന് നമ്മൾ ടാബുലർ ഫോം അതായത് റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതാം? രണ്ട് ബ്രാക്കറ്റ് ഇടുക, ആ നമ്പേഴ്സിനെല്ലാം കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുക. ഇതാണ് റോസ്റ്റർ ഫോം. ഒരു എക്സാമ്പിൾ കൂടി, ദ സെറ്റ് ഓഫ് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ വവൽസ് അറിയാമല്ല, AEIOU. ഇവയെല്ലാം നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം? ടാബുലർ ഫോം ആകുമ്പം ബ്രാക്കറ്റ് ഇടുക, അതിനകത്ത് AEIOU എഴുതുക, കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുക. ഇതാണ് റോസ്റ്റർ ഫോം അഥവാ ടാബുലർ ഫോം എന്ന് പറയുന്നത്. ഇനി സെറ്റിൻ്റെ രണ്ടാമതൊരു ഫോമുണ്ട്, സെറ്റ് ബിൽഡർ ഫോം. അടുത്ത ഫോം, രണ്ട് ഫോമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ രണ്ടാമത് സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്, ഇൻ സെറ്റ് ബിൽഡർ ഫോം all the elements of a set possess a single common property which is not possessed by any element not in the set. അതിനകത്ത് കുറച്ച് കാര്യങ്ങളുടെ ഡെഫിനിഷനകത്ത് വരുന്നുണ്ട്, ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല. എന്താണ് സെറ്റ് ബിൽഡർ ഫോം പറയാൻ നോക്കാം. എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുക. ദ സെറ്റ് ഓഫ് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ സെറ്റ് ബിൽഡർ ഫോം ആസ്. നമുക്കറിയാം, തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു വവൽസ് എന്ന് പറയുന്നത് AEIOU. ഈ 5 എണ്ണമാണ് വവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് ബിൽഡർ ഫോം എഴുതുന്ന രീതി എന്ന് പറയുന്നത് ഈ സെറ്റിനകത്ത് എഴുതാനുള്ള ലെറ്റേഴ്സ്, അതായത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ടാബുലർ ഫോം, ഓക്കെ, അതായത് റോസ്റ്റർ ഫോമിനകത്ത് വരുന്ന അതായത് വവൽസ് എന്ന് പറയുന്നത് AEIOU ഈ 5 എണ്ണമാണ്. ഈ 5 എണ്ണത്തിനെയും കൂടെ ചേർത്ത് നമ്മൾ കോമൺ ആയിട്ട് ഒരൊറ്റ ലെറ്റർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഈ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഈ എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഈ 5 ലെറ്ററാണ്. ഏതാണ്? AEIOU. ഓക്കെ, അത് നമ്മൾ ഇത്രയും കൂടെ എടുത്ത് എഴുതേണ്ട കാര്യമില്ല. അതിന് പകരം ഷോർട്ടായിട്ട് എക്സ് എന്ന് മാത്രം എഴുതി. ഓക്കെ, എന്നിട്ട് 2 കുത്തിടുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ലാഷ് ഇട്ടാലും മതി. രണ്ടിൻ്റെ മീനിങ് സച്ച് ദാറ്റ് എന്നാണ് മീനിങ്. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായല്ല. ഈ 5 ലെറ്റേഴ്സ് വവൽസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വവൽസ് ആകുമ്പോൾ 5 ലെറ്റേഴ്സാണ്. ഈ 5 ലെറ്റേഴ്സിന് നമ്മൾ എഴുതേണ്ട കാര്യമില്ല. സെറ്റ് ബിൽഡർ ഫോം ആകുമ്പോഴത്തേക്ക് ഈ 5 എണ്ണത്തിനെയും കൂടെ ചേർത്ത് ഒരൊറ്റ ലെറ്റർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഈ എക്സ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. എന്നിട്ട് 2 കുത്തിടുക, അല്ലെങ്കിൽ ഒരു സ്ലാഷ് ഇടുക.
എന്നിട്ട് ആ എക്സ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണോ, പ്രോപ്പർട്ടി എന്താണോ, ആ പ്രോപ്പർട്ടി സെൻറ്റൻസിന് എഴുതി വെച്ചാൽ മതി. എക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനു പകരം റെപ്രസെൻറ്റ് ചെയ്തത്? വവ്വൽസിന് പകരമല്ല റെപ്രസെൻറ്റ് ചെയ്തത്. അതായത് എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതി വെച്ചാൽ മതി, ആ സെൻറ്റൻസിൽ എഴുതി വെച്ചാൽ മതി. എക്സ് ഈസ് എ വവ്വൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇതാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ കോമ കൊണ്ട് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യത്തില്ല. ഇവിടെ ആ എലമെൻറ്റിനുള്ള കോമൺ പ്രോപ്പർട്ടി എന്താണോ അത് സെൻറ്റൻസിലങ്ങ് എഴുതി വെച്ചാൽ മതി. ഇതാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് ബിറ്റ്വീൻ -2 and 2. -2നും 2നും ഇടയ്ക്കുള്ള ഇൻഡിജേഴ്സ്, -2നും 2നും ഇടയ്ക്കുള്ളത് ബിറ്റ്വീനാണ്. അന്നേരം -2നും 2നും വരത്തില്ല. ഓക്കെ, ഏതൊക്കെ വരും? -1 വരും, 0 വരും, 1 വരും. ഇത് മൂന്നുമാണ് വരുന്നത്. ഓക്കെ, ഇത് മൂന്നുമാണ് സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് -2നും 2നും ഇടയ്ക്കുള്ളത്. അത് നമുക്ക് എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം? ബ്രാക്കറ്റ് ഇടുക. നമുക്കുള്ള എലമെൻറ്റ്സ് 0യും 1നും 2 ആണേ. ഓക്കെ, 0യും 1നും 2വും ഈ 3 എലമെൻറ്റിനും കൂടെ ഒരുമിച്ച് നമ്മൾ എന്തെന്ന് ഡിനോട്ട് ചെയ്യുക? എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക, എക്സ് എന്ന് കൊടുക്കുക. ഓക്കെ, ഈ എക്സിൻ്റെ മീനിങ് എന്താണ്? എക്സ് എന്ന് പറയുന്നത് 0, 1, 2, അതായത് -2നും 2നും ഇടയ്ക്കുള്ള ഇൻഡിജേഴ്സ്, അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇപ്പം എക്സ് എന്ന് പറയുന്ന ആ എലമെൻ്റ് കോമൺ പ്രോപ്പർട്ടി എന്താണെന്ന് 2 കുത്തിട്ടങ്ങ് എഴുതി വെച്ചാൽ മതി. എന്താണ് പ്രോപ്പർട്ടി? എക്സ് ഈസ് ആൻ ഇൻഡിജർ. എന്ത് ഇൻഡിജറാണ്? -2നും 2നും ഇടയ്ക്കുള്ള ഇൻഡിജർ. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. ഇത് റെപ്രസെൻറ്റേഷനൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2, അതായത് എക്സ് എന്ന് പറയുന്നത്, അതാണ് അതിൻ്റെ മീനിങ്. എക്സ് എന്ന് പറയുന്നത് -2നും 2നും ഇടയ്ക്കുള്ളതാണ്. ഇതാണ് സെറ്റ് ബിൽഡർ ഫോം. അടുത്തൊരു എക്സാമ്പിൾ കൂടി നോക്കുക. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 10. നാച്ചുറൽ നമ്പേഴ്സ് 1നും 10നും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പേഴ്സ്. 1നും 10നും ഇടയ്ക്ക് എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്? 2, 3, 4, 5 എക്സെട്ര എവിടം വരെ വരും? 9 വരെ വരും. ഓക്കെ, അന്നേരം ഈ 2, 3, 4, 5 എക്സെട്ര 9 വരെ നമ്മൾ കോമയിട്ട് എഴുതേണ്ട കാര്യമില്ല. അങ്ങനെ കോമയിട്ട് ബ്രാക്കറ്റിനകത്ത് എഴുതി കഴിഞ്ഞാൽ അത് എന്ത് ഫോമായി? ടാബുലർ ഫോമായി അല്ലെങ്കിൽ റോസ്റ്റർ ഫോമായി. നമുക്കിവിടെ സെറ്റ് ബിൽഡർ ഫോമാണ് വേണ്ടത്. സെറ്റ് ബിൽഡർ ഫോമിലാകുമ്പോൾ എങ്ങനെ എഴുതും? ഈ 2, 3, 4, 5 എക്സെട്ര 9 ഇതിനെല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. എക്സ് എന്ന് പറയുന്ന ഒറ്റ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ എക്സ് എന്ന് വെച്ചാൽ ഏതിന് പകരം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്? ഈ 2, 3, 4, 5 എക്സെട്ര 9 വരെയുള്ള നമ്പേഴ്സിന് പകരമല്ലേ റെപ്രസെൻറ്റ് ചെയ്തത്? അതെന്ന് പറയുന്നത് 1നും 10നും ഇടയ്ക്കുള്ള എന്ത് നമ്പറാണ്? നാച്ചുറൽ നമ്പറാണ്. ഓക്കെ, അതായത് എക്സ് എന്ന് പറയുന്നത് കുത്തിട്ടിട്ട് എന്ത് എഴുതി വെക്കുക? എക്സ് എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറാണ്. ഏതിനും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പറാണ്? 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10, 1നും 10നും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പറാണ്. ഓക്കെ, ഇതേ കാര്യങ്ങൾ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? തൊട്ട് മുമ്പത്തെ റോസ്റ്റർ ഫോം വഴിയും എഴുതാം. അതായത് ആ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് കോമയിട്ട് അങ്ങ് ബ്രാക്കറ്റിനകത്ത് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇതാണ് സെറ്റ് ബിൽഡർ ഫോമും അതുപോലെ തന്നെ ടാബുലർ ഫോമും തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം എന്ന് പറയുന്നത്. ഇതാണ് 2 ടൈപ്പ് സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നൊട്ടേഷൻസ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് സബ്സെറ്റ്സ്. എന്താണ് സബ്സെറ്റ് എന്നുള്ള ഡെഫിനിഷൻ നോക്കുക. എ സെറ്റ് എ ഈസ് സെറ്റ് ടു ബി എ സബ്സെറ്റ് ഓഫ് എ സെറ്റ് ബി ഇഫ് എവരി എലമെൻറ്റ് ഓഫ് എ ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് ബി. അതായത് എ എന്ന് പറയുന്നൊരു സെറ്റ്, ആ സെറ്റ് ബി എന്ന് പറയുന്ന സെറ്റിൻ്റെ സബ്സെറ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻറ്റും ബിക്കകത്തുണ്ടായിരിക്കണം. എ എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാ എലമെൻറ്റും ബി എന്ന് പറയുന്ന സെറ്റിനകത്തുണ്ട് എങ്കിൽ ആ സെറ്റ് എന്തെന്ന് വിളിക്കാം? സബ്സെറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കുക. എക്സാമ്പിൾ നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് മുമ്പ് നൊട്ടേഷൻ ഒന്ന് മനസ്സിലാക്കുക. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ നൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഒരു സി എന്ന് പറയുന്നത് ഇങ്ങനെ നീട്ടി പരത്തി ഇട്ട് വെച്ചിരുന്നാൽ മതി. അതാണ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബി ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. നോട്ട് എ സബ്സെറ്റ് എന്ന് എഴുതാനായിട്ട് എന്തോ ചെയ്താൽ മതി? ഒരു വരയിട്ടാൽ മതി, വെട്ടിക്കളഞ്ഞാൽ മതി. ആ സബ്സെറ്റ് എന്ന സാധനം വെട്ടിക്കളഞ്ഞാൽ മതി. അന്നേരം ബി ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ എന്നായി. അല്ലെങ്കിൽ ഇവിടാണ് വരയിടുന്നതെങ്കിൽ എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്നായി. ഓക്കെ, ഇത് ജസ്റ്റ് നൊട്ടേഷൻ ഒന്ന് പറഞ്ഞെന്ന് മാത്രം. എക്സാമ്പിൾ ഒന്ന് പറഞ്ഞുതരാം, അന്നേരം കാര്യങ്ങൾ ക്ലിയർ ആവും. അത് നോക്കുക. ഇവിടെ എ എന്ന് പറയുന്ന ഒരു സെറ്റ് വന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന സെറ്റ് 1, 2, 3, 4 ആണ്. ബി എന്ന് പറയുന്നത് 1, 2 ആണ്. അങ്ങനെയെങ്കിൽ ക്ലിയർലി ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റാണ്. ബി എയുടെ സബ്സെറ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഓക്കെ
ഈ ആദ്യം കിടക്കുന്ന സാധനമാണ് എപ്പോഴും നോക്കേണ്ടുള്ളത്. ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ആ ആദ്യം കിടക്കുന്ന സെറ്റിലെ എല്ലാ എലമെൻറ്റും രണ്ടാമത്തെ സെറ്റിനകത്തുണ്ടായിരിക്കണം. അതായത് ബിയിലെ എല്ലാ എലമെൻറ്റും എയ്ക്കകത്തുണ്ടായിരിക്കണം. ബിയിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1ഉം 2ഉം ആണല്ലോ. ആ 1ഉം 2 ഇതിനകത്തുണ്ടോ നോക്ക്, എയ്ക്കകത്തുണ്ടോ നോക്ക്, ഉണ്ട്. 1ഉം 2 ഉണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ബി എന്ന് പറയുന്ന സെറ്റ് എയുടെ എന്താണെന്ന് പറയാം? സബ്സെറ്റാണെന്ന് പറയാം. അതായത് ബിക്കകത്താണ് എ എന്ന് പറയാം. ജോമെട്രിക്കലി നമുക്ക് ഇങ്ങനെയും ഒന്ന് വരച്ച് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ പുറമേ വരച്ചിരിക്കുന്ന സ്ക്വയറാണ് അല്ലെങ്കിൽ റെക്റ്റാങ്കിളാണ് ബി എന്ന് പറയുന്നത്, അതിനകത്താണ് എ എന്ന് പറയുന്നത്. ഇത് ഡെഫിനേഷൻ അനുസരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആകണമെന്നുണ്ടെങ്കിൽ, എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആകണമെന്നുണ്ടെങ്കിൽ എയിലെ എല്ലാ എലമെൻറ്റും ബിക്കകത്തുണ്ടായിരിക്കണം. ഓക്കെ, അതിൻ്റെ ഒരു ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് എ എന്ന് പറയുന്നത് ബിക്കകത്താണ്. എ എന്ന് പറയുന്നത് ബിക്കകത്താണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് ബിയുടെ എന്തോ ആണ്? സബ്സെറ്റാണ്. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ നേരെ തിരിഞ്ഞാണ് വന്നിരിക്കുന്നത്, രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവരുത്. എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ബിയിലുള്ള എല്ലാ എലമെൻറ്റും എവിടെയുണ്ട്? എയ്ക്കകത്തുണ്ട്. 1ഉം 2ഉം എയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് ബി എന്ന് പറയുന്നത് എന്തിൻ്റെ സബ്സെറ്റാണ്? എയുടെ സബ്സെറ്റാണ്. ഓക്കെ, ഈ എക്സാമ്പിൾ വെച്ച് നമ്മൾ ഡയഗ്രാം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? ഇതാണ് എ എന്ന് പറയുന്നത്, ബി അകത്താണ് വരുന്നത്. കാര്യം ബിയിലുള്ള എല്ലാ എലമെൻറ്റും എവിടെ ഉണ്ട്? എയ്ക്കകത്തുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഡയഗ്രാം വരുന്നത്. ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ വെൻ ഡയഗ്രാം എന്ന് പറയുന്ന സെക്ഷൻ വരുന്നുണ്ട്. അവിടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്ത ഒരു എക്സാമ്പിൾ. ലെറ്റ് എ ഈസ് ഈക്വൾ ടു എ ബി സി ആൻഡ് ബി ഈസ് ഈക്വൾ ടു എ ബി സി. എ എന്ന് പറയുന്നത് എ ബി സി ആണ്, ബി എന്ന് പറയുന്നത് എ ബി സി ആണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എയിലുള്ള എല്ലാ എലമെൻറ്റും ബിയിലുണ്ട്. കണ്ട, അതായത് എ എന്തിൻ്റെ സബ്സെറ്റാണെന്ന് പറയാം? ബിയുടെ സബ്സെറ്റാണെന്ന് പറയാം. അതുപോലെ തന്നെ ബിയിലുള്ള എല്ലാ എലമെൻറ്റും എയിലും ഉണ്ട്. ശരിയല്ലേ? എ ബി സി ആണല്ലോ. അതായത് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ആണെന്ന് പറയാം. അങ്ങനെയെങ്കിൽ എ ഈക്വൾ ടു ബി ആയിരിക്കും. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് സെറ്റ് കാണുമ്പോൾ അറിയാം രണ്ട് സെറ്റും സെയിം ആണ്, എയും ബിയും ഈക്വലാണ്. പക്ഷേ ഇവിടെ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അതായത് ഈ റിലേഷൻ ഒന്ന് മനസ്സിലാക്കുക. എ ബിയുടെ സബ്സെറ്റും ബി എയുടെ സബ്സെറ്റുമാണ് എങ്കിൽ എല്ലായ്പ്പോഴും എയും ബിയും ഈക്വലായിരിക്കും, തുല്യമായിരിക്കും. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, എ ബിയുടെ സബ്സെറ്റും ബി എയുടെ സബ്സെറ്റുമാണ് എന്നുണ്ടെങ്കിൽ എയും ബി എന്തോ ആയിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഒരു നോട്ട് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ഓരോ സെറ്റിൻ്റെ ഫോം പറഞ്ഞായിരുന്നു. നാച്ചുറൽ നമ്പർ, അതുപോലെ തന്നെ ഹോൾ നമ്പർ, ഇൻറ്റിജർ, റാഷണൽ, ഇറാഷണൽ, റിയൽ നമ്പേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഇതിൽ ഏതാണ് ചെറിയ സെറ്റ്, ഏതാണ് വലിയ സെറ്റ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. മുമ്പ് എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട് ഒരു മാർക്കിന്. ഏറ്റവും നമ്മൾ പഠിക്കുന്ന ചെറിയ സെറ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് ഏതിനകത്ത് കണ്ടെയ്ൻ ചെയ്യും? ഡബ്ല്യുവിനകത്ത് കണ്ടെയ്ൻ ചെയ്യും. അതായത് നാച്ചുറൽ നമ്പർ ഈസ് എ സബ്സെറ്റ് ഓഫ് ഡബ്ല്യു. ഡബ്ല്യുവിൻ്റെ സബ്സെറ്റാണ് നാച്ചുറൽ നമ്പർ. ഓക്കെ, ഈ നാച്ചുറൽ നമ്പരും ഹോൾ നമ്പരും, നാച്ചുറൽ നമ്പരും ഹോൾ നമ്പരും, ഡബ്ല്യു ഹോൾ നമ്പറാണ്. ഹോൾ നമ്പർ, നാച്ചുറൽ നമ്പരും ഹോൾ നമ്പരും ഏതിൻ്റെ സബ്സെറ്റാണ്? ഇസഡിൻ്റെ സബ്സെറ്റാണ്. ഓക്കെ, ഇനി ഇത് മൂന്നും ഏതിൻ്റെ സബ്സെറ്റാണ്? ക്യൂവിൻ്റെ സബ്സെറ്റാണ്. അതായത് നാച്ചുറൽ നമ്പരും ഹോൾ നമ്പരും ഇൻറ്റിജറും ഇതെല്ലാം എവിടെയുണ്ട്? റാഷണൽ നമ്പറിനകത്തുണ്ട്. ഓക്കെ, ഇത് നാലും നാച്ചുറൽ, ഹോൾ നമ്പർ, ഇൻറ്റിജർ, റാഷണൽ ഇവയെല്ലാം എവിടെയുണ്ട്? റിയൽ നമ്പേഴ്സിനകത്തുണ്ട്. അതായത് നമ്മൾ ഈ പഠിക്കുന്ന നമ്പർ സിസ്റ്റത്തിൽ ഏറ്റവും വലിയ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് റിയൽ നമ്പർ സിസ്റ്റമാണ്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത്. 5th ചാപ്റ്റർ കോംപ്ലക്സ് നമ്പറാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ എത്തുമ്പോഴത്തേക്ക് റിയൽ നമ്പറിനേക്കാൾ വലിയ നമ്പർ സിസ്റ്റമാണ് കോംപ്ലക്സ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഏറ്റവും വലിയ നമ്പർ സിസ്റ്റം കോംപ്ലക്സ് നമ്പർ സിസ്റ്റമാണ്. ഓക്കെ, ഇപ്പോൾ തൽക്കാലം റിയൽ വരെ പഠിച്ചാൽ മതി. അത് 5th ചാപ്റ്റർ എത്തുമ്പോഴത്തേക്ക് അത് അവിടെ പറയാം. ഓക്കെ, അന്നേരം ഈ റിലേഷൻ എന്ന് അറിഞ്ഞിരിക്കുക. നാച്ചുറൽ നമ്പർ ഈസ് എ സബ്സെറ്റ് ഓഫ് ഡബ്ല്യു, ഡബ്ല്യു ഈസ് എ സബ്സെറ്റ് ഓഫ് ഇസഡ്, ഇസഡ് ഈസ് എ സബ്സെറ്റ് ഓഫ് ക്യൂ, ക്യൂ ഈസ് എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പർ. ഓക്കെ, അന്നേരം ഈ റിലേഷൻ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് ചെറിയ സെറ്റ്, അതിനെക്കാട്ടി വലിയ സെറ്റ്, ഇതിനെക്കാട്ടി വലിയ സെറ്റ്, അതിനേക്കാൾ വലിയ സെറ്റ്, ഏറ്റവും വലിയ സെറ്റ്. ഓക്കെ, ഇതിനേക്കാൾ വലിയൊരു സെറ്റുണ്ട് റിയൽ കോംപ്ലക്സ് നമ്പർ, അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി ടി എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പറാണെന്ന് ഞാൻ നേരത്തെ മുമ്പൊന്ന് സൂചിപ്പിച്ചായിരുന്നു. ടി എന്ന് പറയുന്നത് റിയൽ നമ്പറിൻ്റെ സബ്സെറ്റാണ്. പക്ഷേ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് ടിയുടെ സബ്സെറ്റല്ല. എല്ലാ നാച്ചുറൽ നമ്പരും എവിടെയില്ല? എവിടെ ബിലോങ് ചെയ്യത്തില്ല? ഇറാഷണലിൽ ബിലോങ് ചെയ്യത്തില്ല, ഇറാഷണൽ നമ്പേഴ്സിനകത്ത് വരത്തില്ല. അതുകൊണ്ട് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്
ഇറാഷണൽ നമ്പറിൻ്റെ സബ്സെറ്റ് അല്ല. അതേപോലെ എല്ലാ ഇൻറ്റിജേഴ്സും ഏത് സെറ്റിനകത്ത് വരത്തില്ല? ഇറാഷണൽ നമ്പേഴ്സിനകത്ത് വരത്തില്ല. അതുകൊണ്ട് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നതും ഇറാഷണൽ നമ്പറിൻ്റെ സബ്സെറ്റ് അല്ല. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഡെഫിനിഷൻ നോക്കുക. പ്രോപ്പർ സബ്സെറ്റ് ആൻഡ് പ്രോപ്പർ സെറ്റ്. ലെറ്റ് എ ആൻഡ് ബി be two sets. If A is a subset of B and A not equal to B, then A is called a proper subset of B and B is called superset of A. എയും ബിയും രണ്ട് സെറ്റുകളാണ്. ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി, എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റാണ്. എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റാണ്. അതായത് എയിലുള്ള എല്ലാ എലമെൻറ്റും ബിയിലുണ്ട്. സബ്സെറ്റ് എന്ന് പറയുമ്പോൾ ഇനി ഓർത്തോണേ, എയിലുള്ള എല്ലാ എലമെൻറ്റും ബിയിലുണ്ട്. ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി, എയും ബിയും ഈക്വൽ അല്ല. then A is called a proper subset of B and B is called superset of A. അതായത് എയിലുള്ള എല്ലാ എലമെൻറ്റും ബിയിലുണ്ട്, എയിലുള്ള എല്ലാ എലമെൻറ്റും ബിയിലുണ്ട്. പക്ഷേ എയും ബി ഒരിക്കലും എന്താകാൻ പാടില്ല? ഈക്വൽ ആകാൻ പാടില്ല. എയിലുള്ള എല്ലാ എലമെൻറ്റും ബിയിലുണ്ട് എങ്കിൽ എ ആണ് ചെറിയ സെറ്റ്, ബി ആണ് വലിയ സെറ്റ്. ശരിയല്ലേ? ആ എക്സാമ്പിൾ നോക്കുക. എ എന്ന് പറയുന്നൊരു സെറ്റ്, ബി എന്ന് പറയുന്നൊരു സെറ്റ്. എയിലുള്ള എല്ലാ എലമെൻറ്റും 1 2 3 ബിക്കകത്തുണ്ടല്ലോ. ഓക്കെ, എ അല്ലേ ചെറിയ സെറ്റ്, ശരിയല്ലേ? കാര്യം എയിൽ 1 2 3 മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് 1 2 3 4 ഉണ്ട്. ഇത് വലിയ സെറ്റാണ്, ബി എന്ന് പറയുന്നത് വലിയ സെറ്റാണ്. ഓക്കെ, എയിലുള്ള എല്ലാ എലമെൻറ്റും ബിയിലുണ്ട്, എയും ബിയും ഈക്വൽ അല്ല. അങ്ങനെയെങ്കിൽ ആ ചെറിയ സെറ്റിനെ വിളിക്കുന്ന പേരാണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയും. ആ വലിയ സെറ്റിൻ്റെ പ്രോപ്പർ സബ്സെറ്റാണ് ആ ചെറിയ സെറ്റ്. അതായത് എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് ബിയുടെ പ്രോപ്പർ സബ്സെറ്റാണ് എന്ന് പറയാം. അങ്ങനെയെങ്കിൽ ബിയെ വിളിക്കുന്ന പേരാണ് സൂപ്പർ സെറ്റ് ഓഫ് എ, എയുടെ സൂപ്പർ സെറ്റ് എന്ന് പറയാം. ഓക്കെ, ചെറിയ സെറ്റിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നു. വലിയ സെറ്റിനെ എന്തെന്ന് പറയുന്നു? സൂപ്പർ സെറ്റ് എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ. എക്സാമ്പിൾ നോക്കിയാൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. അടുത്ത സിംഗിൾട്ടൺ സെറ്റ്. എന്താണ് സിംഗിൾട്ടൺ സെറ്റ്? വളരെ സിമ്പിൾ, ആ വേർഡിനകത്ത് തന്നെ ഉണ്ട്. ഇഫ് എ സെറ്റ് എ ഹാസ് ഓൺലി 1 എലമെൻറ്റ്. ഒരു സെറ്റ് എടുത്ത് കഴിഞ്ഞാൽ ആ സെറ്റിനകത്ത് ഒരേ ഒരു എലമെൻറ്റേ കാണത്തുള്ളൂ. ഒരേ ഒരു എലമെൻറ്റേ ഉള്ളൂ എങ്കിൽ അതാണ് സിംഗിൾട്ടൺ സെറ്റ്. എക്സാമ്പിൾ നോക്കുക. എ എന്ന് പറയുന്നൊരു സെറ്റ് വിച്ച് ഈസ് ഈക്വൾ ടു സെറ്റ് എ, പി ഈസ് ഈക്വൾ ടു സെറ്റ് 1. ഇതിനകത്ത് ഒരേ ഒരു എലമെൻറ്റേ ഉള്ളൂ എ, ഇതിനകത്ത് ഒരേ ഒരു എലമെൻറ്റേ ഉള്ളൂ 1. അങ്ങനെയെങ്കിൽ ആ ടൈപ്പ് സെറ്റുകളെയാണ് സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. അടുത്ത എം ഡി സെറ്റ്. എം ഡി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ്, ഇങ്ങനെ പല പേരിൽ അറിയപ്പെടും. ദ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെൻറ്റ് ഈസ് കോൾഡ് ദി എം ഡി സെറ്റ്. അതായത് ഒരു സെറ്റിനകത്ത് എലമെൻറ്റ് ഒന്നും തന്നെ ഇല്ല, ഒരു എലമെൻറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സെറ്റിനെ എം ഡി സെറ്റ് എന്ന് പറയും. ഓക്കെ, പൊതുവേ എം ഡി സെറ്റിന് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇങ്ങനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. 2 ബ്രാക്കറ്റ്, വെറുതെ 2 ബ്രാക്കറ്റ് ഇട്ടാൽ മതി, എം ഡി സെറ്റ്. ഓക്കെ, അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് ഓൾ ദി സബ്സെറ്റ്സ് ഓഫ് ദി സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3. നമ്മൾ സബ്സെറ്റിൻ്റെ ഡെഫിനിഷൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് സബ്സെറ്റുകൾ എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അതിന് എക്സാമ്പിൾ കൂടിയാണിത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഒരു സെറ്റ് എന്ന് കഴിഞ്ഞാൽ അതിലെല്ലായ്പ്പോഴും 2 സബ്സെറ്റ് മിനിമം ഉണ്ടായിരിക്കും. ഒന്നെന്ന് പറയുന്നത് ആ സെറ്റ് എല്ലായ്പ്പോഴും അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. പിന്നെ എം ഡി സെറ്റ് എന്ന് പറയുന്നതും അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. എം ഡി എന്ന് പറയുന്നത്, എം ഡി സെറ്റ് ഞാൻ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ബ്രാക്കറ്റ് മാത്രം കൊടുത്താൽ മതി, എം ഡി സെറ്റാണ്. അല്ലെങ്കിൽ ഫൈ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാവേ. ഓക്കെ, ഈ 2 രീതിയിൽ എം ഡി സെറ്റിനെ ഡിനോട്ട് ചെയ്യാം. അന്നേരം നമുക്കിവിടെ തന്നിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു 1 2 3 ആണ്. ഇതിൻ്റെ സബ്സെറ്റ്സ് ആണ് നമുക്ക് എഴുതേണ്ടുള്ളത്. ഒരു സെറ്റ് എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സബ്സെറ്റ് എഴുതുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. ആദ്യം ഞാൻ പറഞ്ഞു, ഏത് സെറ്റ് എന്ന് കഴിഞ്ഞാലും അതിന് 2 സബ്സെറ്റ് മിനിമം ഉണ്ടായിരിക്കും. ഒന്ന് ആ സെറ്റും പിന്നെ മറ്റൊന്ന് എം ഡി സെറ്റും. അപ്പോൾ ആദ്യമേ അത് തന്നെ എഴുതാം. ഫസ്റ്റ് ആണ്ട് എം ഡി സെറ്റ് ഒരു സബ്സെറ്റാണ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആ സെറ്റ്, ഇത് എല്ലായ്പ്പോഴും ഒരു സബ്സെറ്റാണ് അതിൻ്റെ. അത് രണ്ടും ആദ്യമേ എഴുതി. ഇനി സബ്സെറ്റുകൾ എഴുതാനായിട്ട് ഇതിൽ നിന്ന് ഓരോരോ എലമെൻറ്റുകളെ സെറ്റാക്കി എഴുതിയാൽ മതി. ഓക്കെ, മാക്സിമം എത്രത്തോളം ഇതിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം എഴുതി വെക്കുക, അതെല്ലാം എൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ആദ്യം ഓരോ എലമെൻറ്റ് വീതം എടുക്കാമല്ലോ. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3. ഇപ്പോൾ ഓരോ എലമെൻറ്റ് വീതം കഴിഞ്ഞു. ഇനി 2 എണ്ണം വീതം കമ്പൈൻ ചെയ്യുക, ഇഷ്ടമുള്ള രീതിയിൽ കമ്പൈൻ ചെയ്യുക. സെറ്റ് 1 2, സെറ്റ് 1 3, സെറ്റ് 2 3. ഇനി വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, ഇപ്പോൾ എല്ലാ കണക്ഷനുമായി. ഓക്കെ, പരസ്പരം ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിന് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുമോ അവയെല്ലാം സെറ്റാക്കി എഴുതി വെച്ചാൽ മതി. അതായിരിക്കും അതിൻ്റെ എന്തെന്ന് പറയുന്നത്? സബ്സെറ്റുകളെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനോട് നോക്കുക. ലെറ്റ് എ ബി ആൻഡ് സി
be 3 sets. If A belongs to B and B is a subset of C, is it true that A is a subset of C? If not, give an example. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ബി സി 3 സെറ്റുകളാണ്. എയും ബിയും സിയും 3 സെറ്റുകളാണ്. എ എന്ന് പറയുന്നത് ബിയിലെ എലമെൻ്റാണ്. എ എലമെൻ്റ് ഓഫ് ബി എന്നാണ് നൊട്ടേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു. കാര്യം ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളൊന്നും ഞാൻ വിട്ടിട്ടുണ്ട്. കാര്യം ഫ്രഷ് സ്റ്റുഡൻസ് അല്ലല്ലോ, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുള്ളതാണല്ലോ. അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ബിലോങ്സ് ഇതാണ്ട് ഈ സാധനം എപ്സിലോൺ എന്ന് പറയും. ഇതിൻ്റെ മീനിങ് എലമെൻ്റ് ഓഫ് എന്നാണ്. എലമെൻറ്റ്. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ 1 എലമെൻ്റ് ഓഫ് എ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 1 എന്ന് പറയുന്ന നമ്പർ എ എന്ന് പറയുന്നതിൽ ബിലോങ് ചെയ്യുന്നുണ്ട്, എയിലുണ്ട് എന്നുള്ള മീനിങ്. ഈ 1 എന്ന് പറയുന്നത് എയിലെ എലമെൻ്റ് ആണ് എന്നാണ് ഇതിൻ്റെ മീനിങ്, ഈ സിമ്പിളിൻ്റെ മീനിങ്. ഓക്കെ, അത് വെട്ടിക്കളഞ്ഞാൽ 1 എയിലെ എലമെൻ്റ് അല്ല. ഓക്കെ, അല്ലെങ്കിൽ 3 ബിലോങ്സ് ടു ബി. 3 എന്ന് പറയുന്നത് ബിയിലെ എലമെൻ്റ് ആണ്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ 3 എന്ന് പറയുന്നത് ബിയിലെ എലമെൻ്റ് അല്ല. ഇതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അന്നേരം എലമെൻറ്റും സബ്സെറ്റും രണ്ടാണ്. അത് ശ്രദ്ധിച്ചോണം. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഇഫ് എ എലമെൻറ്റ് ഓഫ് ബി അല്ലെങ്കിൽ എ ബിലോങ്സ് ടു ബി. എ എന്ന് പറയുന്നത് ബിയിലെ എലമെൻ്റാണ്. എ എന്ന് പറയുന്നത് ബിയിലെ എലമെൻ്റാണ്. ഓക്കെ, അത് ശ്രദ്ധിച്ചോണം. ആൻഡ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് സി. ബി എന്ന് പറയുന്നത് സിയുടെ സബ്സെറ്റാണ്. ഓക്കെ, ബി എന്ന് പറയുന്നത് സിയുടെ സബ്സെറ്റാണ്. ഈസ് ഇറ്റ് ട്രൂ ദാറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് സി? എ എന്ന് പറയുന്നത് ബിയിലെ എലമെൻ്റാണ്, ബി എന്ന് പറയുന്നത് സിയുടെ സബ്സെറ്റാണ്. അങ്ങനെയെങ്കിൽ എ എന്ന് പറയുന്നത് സിയുടെ സബ്സെറ്റാണോ? ഇതാണ് ചോദ്യം. ആണെങ്കിലാണ്, അല്ലെങ്കിൽ അല്ല. അല്ല എങ്കിൽ ഒരു എക്സാമ്പിൾ എഴുതണം. ഇതാണ് ചോദ്യം. ഓക്കെ, ഇതെല്ലായ്പ്പോഴും ട്രൂ ആയിരിക്കത്തില്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇതാ നോക്കുക. ഫസ്റ്റ് നോ, ആൻസർ നോ, ട്രൂ അല്ല. എ ഈസ് എ സബ്സെറ്റ് ഓഫ് സി. ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് ഞാനിവിടെ സെറ്റ് ചൂസ് ചെയ്യുകയാണ്. എ എന്ന് പറയുന്നത് സെറ്റ് 1. എ എന്ന് പറയുന്നത് സെറ്റ് 1. ബി എന്ന് പറയുന്നത് സെറ്റിനകത്ത് എലമെൻറ്റ് നോക്കിക്കോണം. സെറ്റ് 1, 2. സെറ്റ് 1, 2. ആൻഡ് സി എന്ന് പറയുന്നതിനകത്ത് സെറ്റ് 1, 2, 3. ഇതെടുത്തിരിക്കുന്നതിൻ്റെ കണ്ടീഷൻ ഒന്ന് മനസ്സിലാക്കണം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എ എന്ന് പറയുന്നത് ബിയിലെ എലമെൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എ എന്ന് പറയുന്നത് ബിയിലെ എലമെൻ്റ് ആണ്. എ എന്ന് പറയുന്നത് സെറ്റാണ്. ക്യാപിറ്റൽ എ ആണ് കൊടുത്തിരിക്കുന്നത്. ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് സെറ്റ് ബിയിലെ എലമെൻ്റ് ആണ്. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് സെൻറ്റൻസ് അതാണല്ലോ. ഓക്കെ, അന്നേരം എ എന്ന് പറയുന്നത് സെറ്റ് 1 ആണ്. ഓക്കെ, അന്നേരം ഈ സെറ്റ് 1 എന്ന് പറയുന്നത് എവിടെ ബിലോങ് ചെയ്യണം? ബിയിൽ ബിലോങ് ചെയ്യണം. അതുകൊണ്ട് ബിയിലുണ്ട്. ബിയിൽ വെറും 1 എന്നല്ല കൊടുത്തിരിക്കുന്നത്, സെറ്റ് 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ഓക്കെ, അന്നേരം ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ആയേ. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് സി. ബി എന്ന് പറയുന്നത് സിയുടെ സബ്സെറ്റ് ആയിരിക്കണം. ബി എന്ന് പറയുന്നത് സിയുടെ സബ്സെറ്റ് ആയിരിക്കണമെങ്കിൽ ബിയിലെ എല്ലാ എലമെൻറ്റും എവിടെ ഉണ്ടായിരിക്കണം? സിയിലുണ്ടായിരിക്കണം. ബിയിലെ എല്ലാ എലമെൻറ്റും സിയിലുണ്ട് എങ്കിൽ ബി സിയുടെ സബ്സെറ്റാണ്. അത് നോക്കുക, ബിയിലെ എല്ലാ എലമെൻറ്റും ഉണ്ടോ നോക്കുക. ബിയിലെ എലമെൻറ്റ് സെറ്റ് 1 പിന്നെ ഒരു 2 ആണ്. സെറ്റ് 1ഉം 2ഉം സിക്കകത്തുണ്ടോ നോക്ക്. സെറ്റ് 1 ഉണ്ട്, 2 ഉണ്ട്. അന്നേരം ബി സിയുടെ സബ്സെറ്റുമായി. ഓക്കെ, അങ്ങനെയെങ്കിൽ എ സിയുടെ സബ്സെറ്റ് അല്ല എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നോ എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് നമ്മൾ എഴുതിയത്. ഓക്കെ, എ സിയുടെ സബ്സെറ്റ് ആണോ നോക്ക്. എ എന്ന് പറയുന്നത് സിയുടെ സബ്സെറ്റ് ആകണമെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് സെറ്റ് 1 ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? വെറും 1 ആണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ തെറ്റിക്കരുത്. ഓക്കെ, ഈ കേൾ ബ്രാക്കറ്റിനകത്ത് കോമയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന എലമെൻറ്റുകളെയാണ് അതിലെ നമ്പേഴ്സ്, അതിലെ എലമെൻറ്റുകൾ എന്ന് പറയുന്നത്. കോമയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഒബ്ജക്റ്റുകളെയാണ് അതിലെ എലമെൻറ്റ്സ് അഥവാ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പല ആൾക്കാരും തെറ്റിക്കുന്നൊരു കാര്യമാണ്. ഇവിടെ എയിലെ എലമെൻ്റ് എന്ന് പറയുന്നത് വെറും 1 ആണ്, സെറ്റ് 1 അല്ല, വെറും 1 ആണ്. ഓക്കെ, 2 ബ്രാക്കറ്റിനകത്ത് എഴുതുന്ന കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് അതിലെ എലമെൻ്റ് എന്ന് പറയുന്നത്. ഇതാ ഇവിടെ 2 ബ്രാക്കറ്റ് ഇതാണ് കണ്ട. ഓക്കെ, പക്ഷേ ഇവിടെ സെറ്റ് 1ഉം 2ഉം ആണ് എലമെൻറ്റ്. ഇവിടെ 2 ബ്രാക്കറ്റ് താണ്ട ഇതാണ്. അതിനകത്ത് വരുന്നത് സെറ്റ് 1 പിന്നുള്ളത് 2ഉം 3ഉം ആണ്. ഓക്കെ, ഇതാ എ എന്ന് പറയുന്ന സെറ്റ് ശ്രദ്ധിക്കുക. എ എന്ന് പറയുന്ന സെറ്റിനകത്ത് കിടക്കുന്നത് 1 മാത്രമാണ്. എന്നിട്ട് എയിൽ എലമെൻറ്റ് 1 ആണ്, സെറ്റ് 1 അല്ല. ഓക്കെ, ഓക്കെ ആണല്ലോ. ഇതാ ഇവിടെ നോക്കുക. ഇനി
എ ബിലോങ്സ് ടു ബി ആൻഡ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് സി. എ എന്ന് പറയുന്നത് ബിയിലെ എലമെൻ്റാണ്, ബി എന്ന് പറയുന്നത് സിയുടെ സബ്സെറ്റാണ്, ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബട്ട് എ എന്ന് പറയുന്നത് സിയുടെ സബ്സെറ്റ് അല്ല. എ എന്ന് പറയുന്നത് സിയുടെ സബ്സെറ്റ് അല്ല. ഓക്കെ, അതല്ലേ നമുക്ക് തെളിയിക്കാനുള്ളത്. എ സിയുടെ സബ്സെറ്റ് അല്ല എന്നുള്ള എക്സാമ്പിളാണ് നമ്മൾ എഴുതുന്നത്. എ സിയുടെ സബ്സെറ്റ് അല്ല. എന്താ കാര്യം എന്നറിയാമോ? എ സിയുടെ സബ്സെറ്റ് അല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ എയിലെ എലമെൻറ്റ്സ് സിയിലുണ്ടാകാൻ പാടില്ല. എയിലെ എല്ലാ എലമെൻറ്റും സിയിലുണ്ട് എങ്കിൽ സബ്സെറ്റായി. ഓക്കെ, എയിലെ എലമെൻ്റ് എന്താണ്? എയിലെ എലമെൻറ്റ് 1 ആണ്, വെറും 1 ആണ്. ഓക്കെ, 1 എന്ന് പറയുന്നത് സിക്കകത്തുണ്ടോ എന്ന് നോക്കേ. 1 സിക്കകത്തില്ല, പക്ഷേ ഉള്ളത് എന്താണ്? സെറ്റ് 1 ആണ് ഉള്ളത്. ഓക്കെ, അതായത് എയിൽ എലമെൻ്റ് എവിടെ ഇല്ല? സിയിലില്ല. അതായത് 1 എയിലുണ്ട്, പക്ഷേ 1 എവിടെയില്ല? സിയിലില്ല. ഇതാണ് എക്സാമ്പിൾ. പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കുക. അതായത് എ എന്ന് പറയുന്നത് ബിയിലെ എലമെൻ്റാണ്, ബി എന്ന് പറയുന്നത് സിയുടെ സബ്സെറ്റാണ്. അങ്ങനെ എ സിയുടെ എന്തോ അല്ല, സബ്സെറ്റ് അല്ല എന്നുള്ളതിനൊരു എക്സാമ്പിളാണ് നമ്മൾ എഴുതിയത്. ഓക്കെ ആണല്ലോ. അടുത്തത് പവർ സെറ്റ്. എന്താണ് പവർ സെറ്റ് എന്നുള്ളത് നോക്കാം. പവർ സെറ്റ് എന്ന് വളരെ സിമ്പിളാണ്. ദ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് സെറ്റ് ഈസ് കോൾഡ് ദി പവർ സെറ്റ്. നമ്മൾ തൊട്ട് മുമ്പ് ഒരു എക്സാമ്പിൾ എഴുതിയായിരുന്നു. എ എന്ന് പറയുന്നത് 1 2 3 എന്ന് പറയുന്ന ഒരു സെറ്റാണ്. അതിൻ്റെ സബ്സെറ്റുകൾ ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു. തൊട്ട് മുമ്പത്തെ പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. 5 ഈ സാധനങ്ങളായിരുന്നു. ഓക്കെ, ഇതിനെല്ലാം ഒരു സെറ്റിനകത്താക്കി എഴുതി കഴിഞ്ഞാൽ, സെറ്റിനകത്താക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ബ്രാക്കറ്റ് ഇടുക, അതിനകത്ത് ഈ സബ്സെറ്റുകളെല്ലാം കോമയിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ സെറ്റിനകത്താക്കി എഴുതുന്നതിനെയാണ്, സബ്സെറ്റുകളെ സെറ്റിനകത്താക്കി കളക്ഷനാക്കി എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആ സെറ്റിനെയാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സബ്സെറ്റുകളുടെ കളക്ഷനെ സെറ്റാക്കി എഴുതുന്നതിനാണ്, അതായത് 2 ബ്രാക്കറ്റിനകത്ത് കോമയിട്ട് എഴുതുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? പവർ സെറ്റ് എന്ന് പറയുന്നത്. അടുത്തത് യൂണിവേഴ്സൽ സെറ്റ്. എന്താണ് യൂണിവേഴ്സൽ സെറ്റ്? ലെറ്റ് എ ഈസ് ഈക്വൽ ടു 1 3 5. എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുള്ളൂ, ഡെഫിനിഷൻ എഴുതിയിട്ടില്ല. ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 3 5, ബി ഈസ് ഈക്വൽ ടു 2 4 6, സി ഈസ് ഈക്വൽ ടു 0 2 4 6. ദെൻ ദ യൂണിവേഴ്സൽ സെറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് യു ഈക്വൽ ടു. യൂണിവേഴ്സൽ സെറ്റിനെ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ യു എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. ഓക്കെ, ക്യാപിറ്റൽ യു കൊണ്ട് കഴിഞ്ഞാൽ അന്നേരം മനസ്സിലാക്കണം അത് യൂണിവേഴ്സൽ സെറ്റാണ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് 0 1 2 3 ഇങ്ങനെ 0 to 10 വരെയുള്ളൊരു സെറ്റാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ സെറ്റുകൾ എന്നുണ്ടല്ലോ, എ ബി സി. ഓക്കെ, ഈ തന്നിരിക്കുന്ന സെറ്റിലെ എല്ലാ എലമെൻറ്റും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കോമൺ വലിയ സെറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന എ ബി സി ഡി ഇ എഫ് ഇങ്ങനെ ഡിനോട്ട് ചെയ്തുള്ള കുറേ സെറ്റുകളാണ്, കുറേ സെറ്റുകൾ. ആ സെറ്റിലെ എല്ലാ എലമെൻറ്റിനെയും ഉൾക്കൊള്ളിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ എലമെൻറ്റും മറ്റൊരു സെറ്റിലുണ്ടായിരിക്കും. ഓക്കെ, ആ സെറ്റിലെ എല്ലാ എലമെൻറ്റും മറ്റൊരു സെറ്റിലുണ്ടായിരിക്കും, മറ്റൊരു വലിയ സെറ്റിലുണ്ടായിരിക്കും. ഓക്കെ, ആ സെറ്റിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഏത് സെറ്റ് എടുത്തു കഴിഞ്ഞാലും ആ സെറ്റിൽ കുറേ സെറ്റുകളുണ്ടെന്ന് വിചാരിക്കുക, ആ സെറ്റിലെ എല്ലാ എലമെൻറ്റും ഉൾക്കൊള്ളുന്ന മറ്റൊരു വലിയ സെറ്റ് ഉണ്ടായിരിക്കും. ആ സെറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിനി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവാൻ കാര്യങ്ങളെന്താണ്. ലാസ്റ്റ് സെക്ഷൻ ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഇൻ്റർവെൽസ് ആസ് സബ്സെറ്റ്സ് ഓഫ് ആർ. ഇൻ്റർവെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇൻ്റർവെല്ല് ക്ലോസ്ഡ് എ ബി. ക്ലോസ്ഡ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ക്ലോസ്ഡ് എ ബി എന്ന് പറഞ്ഞാൽ എ ബി റിയൽ നമ്പറാണെന്ന് വിചാരിക്കുക. ക്ലോസ്ഡ് എ ബി എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ എയും ബിയും ഇൻക്ലൂഡഡ് ആണ് എന്നാണ് അതിൻ്റെ മീനിങ്. എയും ബിയും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇവിടെ ഡോട്ടഡ് ലൈൻ കൊണ്ട് കൊടുത്തിരിക്കുന്നത് എയും ബി ഇൻക്ലൂഡഡ് ആണ്, അതിനിടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സും വരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 1 3 എന്ന് വിചാരിക്കുക. ക്ലോസ്ഡ് ഇൻ്റർവൽ 1 3 എന്ന് പറഞ്ഞാൽ 1ഉം 3യും ഇൻക്ലൂഡഡ് ആണ്. അതോടൊപ്പം 1നും 3നും ഇടയ്ക്കുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടോ ആ നമ്പേഴ്സ് എല്ലാം അതിനകത്ത് വരും. അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അതിന് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്നത് എങ്ങനെയാണ്? എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ക്ലോസ്ഡ് ഇൻ്റർവൽ ആണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് കൊടുക്കുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുക്കാനുള്ള കാര്യം ആ 2 നമ്പേഴ്സും അതിനകത്ത് ഉൾപ്പെടും എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞു ക്ലോസ്ഡ് ഇൻ്റർവൽ 1 3. ഓക്കെ, 1ഉം 3യും അതിനകത്ത് വരും, അതിനിടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സും അതിനകത്ത് വരും. 1നും 3നും ഇടയ്ക്ക് ഇൻഫൈനറ്റ് നമ്പേഴ്സ് ഉണ്ട്, ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്, നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റത്തില്ല, കൗണ്ടബിൾ അല്ല. ഓക്കെ, അതുപോലെ തന്നെ ഓപ്പൺ എ ബി. ഓപ്പൺ എ ബി എന്ന് പറഞ്ഞാൽ, ഓപ്പൺ ഇൻ്റർവൽ എ ബി എന്ന് പറഞ്ഞാൽ ഓപ്പൺ കിടക്കുന്നിടത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഓപ്പൺ കിടന്നു കഴിഞ്ഞാൽ ആ ഓപ്പൺ കിടക്കുന്ന ഭാഗത്തുള്ള നമ്പേഴ്സ് ആ ഇൻ്റർവലിനകത്ത് വരത്തില്ല. അതാണ് അതിൻ്റെ മീനിങ്. ഇതാ ഇവിടെ ഫിഗർ കൊടുത്തിരിക്കുന്ന നോക്കുക, ഞാനിവിടെ ഹോൾ കൊടുത്തേക്കുന്നുണ്ട്.
എയ്ക്കും ബിക്കും പ്ലേസിൽ ഹോൾ കൊടുത്തിട്ടുണ്ട്. ഹോൾ കൊടുത്തിരിക്കുന്ന മീനിങ് എയും ബിയും ഇല്ല. ആ എയും ബിയും ഒഴികെ അതിനിടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സും വരും. അതാണ് ഓപ്പൺ എ ബിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിന് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്നത് എങ്ങനെയാണ്? എക്സ് സച്ച് ദാറ്റ്, ആ എക്സ് എന്ന് പറയുന്ന എലമെൻ്റ് പ്രത്യേകത എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള നമ്പേഴ്സാണ്. ഓക്കെ, ലെസ് ദാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നല്ല കൊടുത്തിരിക്കുന്നത്, ലെസ് ദാൻ. അതായത് എയും ബിയും വരത്തില്ല. ഇനി ക്ലോസ്ഡ് എ ഓപ്പൺ ബി, തൊട്ട് മുമ്പത്തെ ഈ രണ്ട് ഡെഫിനിഷൻ ആലോചിച്ചാൽ മതി. ക്ലോസ്ഡ് വരുന്നിടത്ത് എ വരും, ഓപ്പൺ വരുന്നിടത്ത് ബി വരത്തില്ല. അതായത് എ ഉണ്ട് പക്ഷേ ബി ഇല്ല, അതിനിടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സും വരും. ഓക്കെ, അതാണ്ട് എ ഉണ്ട്, ഓക്കെ, ബി ഇല്ല. ബി ഇല്ലാത്തതുകൊണ്ട് ഞാനവിടെ ഹോൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ. അതിനിടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സും വരും. ഓക്കെ, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? എ ഉണ്ട്, എ ഉണ്ടായതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരും. ബി ഇല്ല, ബി ഇല്ലാത്തതുകൊണ്ട് ലെസ് ദാൻ എന്ന് മാത്രമേ വരത്തുള്ളൂ. ഇതാണ് സെറ്റ് ബിൽഡർ ഫോം. അതേപോലെ നേരെ തിരിച്ച് ഓപ്പൺ എ ക്ലോസ്ഡ് ബി, അതായത് എ ഇല്ല, ഓപ്പൺ ആയതുകൊണ്ട്, ബി ക്ലോസ്ഡ് ആയതുകൊണ്ട് ബി ഉണ്ട്. ഓക്കെ, താ നോക്കുക, എ ഇല്ല, ബി ഉണ്ട്, അതിനിടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സും വരും. സെറ്റ് ബിൽഡർ ഫോം ആകുമ്പോൾ എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ, എ ഇല്ല, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ബി ഉണ്ട്. ഓക്കെ, ഇതാണ് ഇൻ്റർവെൽസ്. ഇൻ്റർവെൽസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതും ഇൻ്റർവെൽസിൻ്റെ ഒരു നേച്ചറും ഇതാണ്. ഓക്കെ, നമ്പേഴ്സ് എങ്ങനെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ഏത് ഒരു ക്ലോസ്ഡ് ഇൻ്റർവൽ ഓപ്പൺ സെറ്റ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിനകത്ത് ഏതൊക്കെ നമ്പർ ഉണ്ട് ഏതൊക്കെ നമ്പർ ഇല്ല എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. അതിൻ്റെ കുറച്ച് എക്സാമ്പിളുണ്ട്, അതും കൂടെ പറയുമ്പോഴത്തേക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ഈ ഏത് സെറ്റ് എടുത്തു കഴിഞ്ഞാലും ഓപ്പൺ എ ബി ആയാലും ക്ലോസ്ഡ് എ ബി ആയാലും അല്ലെങ്കിൽ ക്ലോസ്ഡ് എ ഓപ്പൺ ബി ആയാലും എന്ത് തന്നെയായാലും ഇവയുടെ എല്ലാം ഇൻ്റർവെലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ബി മൈനസ് എ ആയിരിക്കും. അതായത് രണ്ടാമത്തിൽ നിന്നും ഒന്നാമത്തത് കുറച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ ക്ലോസ്ഡ് 1 3 ആണെന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ ഈ ഇൻ്റർവെലിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ 3 - 1 ആയിരിക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു മീനിങ്. ഒന്ന് രണ്ട് എക്സാമ്പിൾ നോക്കുക. സെറ്റ് ഫോർ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ -5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. ദ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ, എക്സ് റിയൽ നമ്പറാണ്, -5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, ഇവിടെയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണല്ലോ. ഓക്കെ, അന്നേരം ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. -5 തൊട്ട് എവിടം വരെ? +7 വരെ. ക്ലിയർ ആണല്ലോ. അടുത്ത ഒരു എക്സാമ്പിൾ, ക്ലോസ്ഡ് -3 ഓപ്പൺ 5. ക്ലോസ്ഡ് ആകുമ്പോഴത്തേക്ക് -3 വരും, ഓപ്പൺ ആകുമ്പോഴത്തേക്ക് 5 വരത്തില്ല. ഓക്കെ, അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, കാര്യം -3 ഇവിടെ ക്ലോസ്ഡ് ആണ്, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ്, അന്നേരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 ഉണ്ട്. പക്ഷേ ഇവിടെ ഓപ്പൺ 5 അല്ലേ, ഓപ്പൺ 5 ആയതുകൊണ്ട് 5 ഇല്ല, 5 ഇല്ലാത്തതുകൊണ്ട് ലെസ് ദാൻ 5. ഇനി -1 1 എന്ന് വെച്ചാൽ രണ്ടിടത്ത് ഓപ്പൺ ആണ്. രണ്ടിടത്ത് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ -1 ഉം 1 ഉം ഒഴികെ ബാക്കി അതിനിടയ്ക്കുള്ള എല്ലാ നമ്പരും വരും. ഓക്കെ, അതിന് സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാം? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. രണ്ടിടത്ത് ലെസ് ദാൻ ആണ്, കാര്യം -1 ഉം 1 ഉം ഇൻക്ലൂഡഡ് അല്ല. ഇതാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്രേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതായത് സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഒരു ഫസ്റ്റ് പാർട്ട്, അതായത് വെൻ ഡയഗ്രത്തിന് തൊട്ട് മുമ്പുള്ള ഫസ്റ്റ് പാർട്ടിൽ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ജസ്റ്റ് ഈ എക്സാമ്പിൾ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ പ്രോബ്ലംസ് ഉണ്ട്, എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസും അതുപോലെ NCERT ടെക്സ്റ്റിലുള്ള വർക്ക് ഔട്ട് ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. അത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. ക്ലാസ് ഫുള്ള് നന്നായിട്ട് കണ്ട് എഴുതി പഠിക്കുക. എക്സാമിനേഷന് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ എഴുതി പഠിച്ചിട്ട് പോകണം. അല്ലെങ്കിൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് ഒരിക്കലും എഴുതി പഠിപ്പിക്കാൻ പറ്റത്തില്ല. അതാണ് മാത്സിൻ്റെ ഒരു കുഴപ്പം. ഓക്കെ, ഈ ക്ലാസ്സിൽ ഇത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ, താങ്ക് യു.